ആഗോള സുവിശേഷകനും സൗഖ്യദായക ശുശ്രൂഷകനും ബൈബിൾ പരിഭാഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് നയിക്കുന്ന മെഗാ ബൈബിൾ ക്വസ് റിയാലിറ്റി ഷോ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ അടിയങ്ങൾക്ക് തന്ന ഈ സാവകാശത്തിനായിട്ട് നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിൻ്റെ മക്കൾക്ക് അവിടുത്തെ കൃപയോടുകൂടി പങ്കെടുക്കുവാൻ കോണം അവിടുത്തെ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളോടും സജ്ജീകരണങ്ങളോടും കൂടെ അവിടുത്തെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഇതെല്ലാം റെക്കോർഡ് ചെയ്യുവാനും അത് കർത്താവ് ഏറ്റവും മനോഹരമായിട്ട് സംരക്ഷണം ചെയ്യുവാൻ തക്കവണ്ണം അടിയിൽ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാ രാജ്യങ്ങളിൽ ഇത് വീക്ഷിക്കുന്ന എല്ലാ മക്കൾക്കായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിനെ അനുഭവമാക്കുവാനും അനേകർക്ക് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുവാനും ദൈവവചനത്തിൻ്റെ മഹത്വം മനോഹരത്വം രുചിച്ചറിഞ്ഞ് അനേകർക്ക് ദൈവവചനം പകർന്നു കൊടുക്കാൻ തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരമാണെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേടയിലും അങ്ങയിലുമായിക്കൊണ്ട് ഈ മഹത്തായ ശുശ്രൂഷ നയിപ്പാൻ സഹായിക്കണമെന്ന് യേശുവിനത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുവാനാണ്. ആം. കർത്താൽ പ്രിയ സഹോദരങ്ങളെ, വേർഡ് ടു വേൾഡ് മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ വേർഡ് ടു വേൾഡ് ടെലിവിഷൻ നയിക്കുന്ന ക്രിസ്ത്യൻ ക്രൗൺ 23 എന്ന മെഗാ ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാ സഹോദരങ്ങളെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൈവകൃപയാൽ ഇത് ക്വാർട്ടർ ഫൈനൽസാണ്. ഇത് 7ാമത്തെ സ്റ്റേജാണ്, എഫ്രൈം സ്റ്റേജാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഓരോ സ്റ്റേജിനും നമ്മൾ തിരുവചനത്തിൽ ഓരോ പർവ്വതത്തിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. 112 പേരിൽ നിന്ന് ആരംഭിച്ച് അവസാനത്തെ 9 പേരിലാണ് അവസാനിക്കുന്നത്. അതിൽ അവസാനത്തെ 3 പേരാണ് നിങ്ങൾ. എഫ്രൈം മല കയറേണ്ടിയിരിക്കുന്നു. ഓൾ റൈറ്റ്, ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് യു. നമ്മുടെ മത്സരത്തിൻ്റേതായുള്ള ഘടന ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. കഴിഞ്ഞ പ്രാവശ്യവും ബീനയിൽ നിന്ന് ആരംഭിച്ചത് ഈ പ്രാവശ്യവും ബീനയിൽ തന്നെയാണ് ആരംഭിക്കുന്നത്. 5 മാർക്സ് ഫോർ ദ റൈറ്റ് ക്വസ്റ്റ്യൻ, ഫോർ ദ റൈറ്റ് ആൻസർ, -1 ഫോർ ദ റോങ് ആൻസർ. ഓരേ ശരിയായ ഉത്തരത്തിന് 5 മാർക്ക്, തെറ്റാണെങ്കിൽ -1 മാർക്ക്. ആളാം പ്രതി ഓരോ ചോദ്യം. ന്യൂ ടെസ്റ്റ്മെൻറ്റ് അഗെയിൻ ഫോർ മിസ്റ്റർ റോഷി തോമസ്, സെയിം പ്രിൻസിപ്പിൾസ്. റൈറ്റ്. ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് ജിൻസിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ചോദ്യം വീതം. ബൈബിൾ ബമ്പർ റൗണ്ട് 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങളിൽ ഓരോന്നിനും 2 മാർക്ക് വീതം. തെറ്റാണെങ്കിൽ -1 മാർക്ക് ഉണ്ടാവും. ഓൾറൈറ്റ്. അടുത്തതായിട്ടുള്ളത് പ്രെയർ റൗണ്ടാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഓരോ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞ ശേഷം ഓരോരുത്തരും പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ എപ്പിസോഡ് അവസാനിക്കും. പിന്നെ ഒരു ജേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ, ഇഫ് യു കനോട്ട് ഫൈൻഡ് എ വിന്നർ, അവസാനമായിട്ട് മിസ്റ്റർ ലൂയിയുടെ അനുവാദത്തോടു കൂടി എനിക്ക് ബൈബിൾ ബോംബ് പ്രയോഗിക്കേണ്ടി വരും. റൈറ്റ്. നമുക്ക് അടുത്ത സെമി ഫൈനലിലേക്ക് പോകണമെങ്കിൽ ഒരു ജേതാവ് ഉണ്ടാകണം. ഓൾ റൈറ്റ്. എൻ്റെ ആവശ്യം വരികയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. സോ ദാറ്റ്സ് റെഡി. ആൻഡ് നൗ ഐ വാണ്ട് യു ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ വ്യൂവേഴ്സ്. പ്രേക്ഷകർക്ക് നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ബീന ജോസഫ്. ഞാൻ തിരുവനന്തപുരം ചെറിയുണ്ണിയിൽ നിന്നാണ് വരുന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡ് വിളപ്പിൽ സഭയിലെ അംഗമാണ്. ഹസ്ബൻഡും 2 മക്കളുമുണ്ട്. താങ്ക് യു. യെസ് ജിൻസി. എൻ്റെ പേര് ജിൻസി ജെവി എന്നാണ്. ഞാൻ വരുന്നത് പാറശാലയ്ക്കടുത്തുള്ള ആറയൂർ എന്ന സ്ഥലത്തു നിന്നാണ്. വീട്ടിൽ ഹസ്ബൻഡും മകളുമുണ്ട്. ഇത്രയും റൗണ്ട് വരെ എത്തിച്ചേരാൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്. യെസ് മിസ്റ്റർ റോഷി. എൻ്റെ പേര് റോഷി തോമസ്. ഞാൻ അടൂർ സ്വദേശിയാണ്. അവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ അംഗമാണ്. ഇത്രയും സ്റ്റേജ് കടന്നു പോകാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് വൈഫും ഒരു മകളുമുണ്ട്. ദൈവം സഹായിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ഇന്നത്തെ സ്കോർ കീപ്പേഴ്സ് കം ജഡ്ജസ് എൻ്റെ പ്രിയഭക്തിയും കൂട്ടുവേലക്കാരിയുമായ മിസസ് രാജീവ് വർഗീസ്,
ഈ അവസാന ക്വാർട്ടർ ഫൈനൽസിൻ്റെ അവസാന എപ്പിസോഡിലേക്ക് രാജൻ കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് മിസ് ജീന റാഫി, അബുദാബിയിൽ നിന്ന് എത്തുകയാണ്. 2 പതിറ്റാണ്ടിലേറെയായിട്ട് എന്നോടൊപ്പം കുടുംബമായിട്ട് അവർ ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്നു. ജീനയുടെ ഹസ്ബൻഡ് മിസ്റ്റർ റാഫി ജോൺ ഈ വേർഡ് മിനിസ്ട്രീസിൻ്റെ അബുദാബിയിലെ ശുശ്രൂഷകനാണ്, സുവിശേഷകനാണ്. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് വെൽക്കം ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്. താങ്ക് യു. റൈറ്റ്, ഇനി അടുത്തതായിട്ട് പ്രേക്ഷകരാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാക്കുവാനും അനേകർക്ക് അനുഭവമാക്കി കൊടുക്കുവാനും ദൈവവചനത്തിൻ്റെ പൊരുളുകൾ ഉൾക്കൊണ്ടുകൊണ്ട് അത് അനേകർക്ക് പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം ഈ എളിയ ശുശ്രൂഷ മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ ആരംഭിക്കുകയാണ്. സ്റ്റാർട്ടിങ് വിത്ത് ബീന ജോസഫ്. റെഡി? ഇസ്രായേൽ മക്കൾ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ഉപവസിച്ചത് എവിടെയാണ്? മിസ്പയിൽ. മിസ്പയിൽ. ഉത്തരം വളരെ ശരിയാണ്. 5 മാർക്സ്. ഒരു സപ്ലിമെൻ്ററി ചോദ്യം ചോദിച്ചോട്ടെ. ആരുടെ നേതൃത്വത്തിലാണ് അവർ ഉപവസിച്ചത്? ശമൂവേലിന്റെ. ശമൂവേൽ എന്ന് പറഞ്ഞ ആരാ? ശമൂവേൽ പ്രവാചകൻ. വേലക്കാരനാണോ? ശമൂവേൽ പ്രവാചകൻ. അച്ഛനാണോ? ശമൂവേൽ അച്ഛനാണോ? ശമൂവേൽ പ്രവാചകൻ. ശമൂവേൽ പ്രവാചകൻ വേദപുസ്തകത്തിലെ ഏറ്റവും മഹാനായ മനുഷ്യരാണ്. അപ്പോൾ ആരത്? ശമൂവേൽ പ്രവാചകൻ. റൈറ്റ്. സോ 5 മാർക്സ് ഫോർ ബീന ജോസഫ്. റൈറ്റ്. നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഗോസ് ടു ജിൻസി ജെവി. യഹോവയുടെ പെട്ടകം 7 മാസത്തിന് ശേഷം ഫെലിസ്ത്യർ തിരിച്ചയക്കുവാൻ കാരണം എന്തായിരുന്നു? വളരെ ആവേശത്തോടെ ആർപ്പോടെ പിടിച്ചെടുത്തുകൊണ്ട് ഫെലിസ്ത്യ ദേശത്ത് വന്നു. പക്ഷേ 7 മാസം കഴിഞ്ഞപ്പോഴേക്കും അത് തിരിച്ചയച്ചു. കാരണം എന്താണ്? യഹോവയുടെ പെട്ടകം അവിടെ ഇരുന്നത് കൊണ്ട് അവർക്ക് ഒരുപാട് അനർത്ഥങ്ങൾ നേരിടേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് അവർ തിരിച്ചയച്ചു. അതെനിക്കും അറിയാം. ഞങ്ങൾക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദ അനർത്ഥം? എന്താണ് അനർത്ഥം? ദാഗോന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചപ്പോൾ അവിടെ ദാഗോൻ മറിഞ്ഞു വന്ന് വീഴുന്നു. ദാവൻ മറിച്ചയച്ച് അവർ എഴുതേറ്റ് പിന്നെ നൂത്ത് നിർത്തി. അന്നേരം അതൊരു കാരണമല്ലോ തിരിച്ചു വയ്ക്കാൻ. അതൊരു കാരണമല്ലല്ലോ. എൻ്റെ കാരണം എന്താണ്? അടുത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ. ടൈഫോയിഡ് ആണോ? കോളറയാണോ? ഇല്ല, മൂലക്കുരു. ആ, മൂലക്കുരു എന്ന് പറഞ്ഞൊരു ഭയങ്കര അസുഖമാണ്. താങ്കൾക്ക് അറിഞ്ഞുകൂടാ. അതാണ് എൻ്റെ പ്രശ്നം. മൂലക്കുരു എന്ന് പറയുന്ന അസുഖം വന്നു. തന്നിമിത്തം അവർ തിരിച്ചയച്ചു. അവരെന്ത് ചെയ്തു? 7 മാസത്തിന് ശേഷം തിരിച്ചയക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇത്രയും ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എനിക്ക് 2 മാർക്ക് ഇങ്ങോട്ട് വേണം. റൈറ്റ്? അവരുടെ പട്ടണത്തിലെ വേദനയുടെ നിലവിളി ആകാശത്തോളം എത്തി. കാരണം മൂലക്കുരുവിൻ്റെ വേദന സൈക്കിളിൽ കയറുന്ന വേദനയാണ്. മൂലക്കുരുവാണ്. നിവൃത്തിയില്ല. ആകാശത്തോളം അവരുടെ നിലവിളി എത്തിയെന്നാണ് 1 ശമൂവേൽ 5:11-12 പറയുന്നു. റൈറ്റ്? അപ്പോൾ ഞാൻ ജഡ്ജസിനോട് വയ്ക്കുന്നത് അതനുസരിച്ച് ചെയ്യാം. ഇത്രയും ക്ലൂ ഒക്കെ ഞാൻ കൊടുത്തു. യെസ് ജീന, ഷുഡ് ഐ റെഡ്യൂസ് 1 മാർക്ക് ഫോർ ദ ക്ലൂ ഓർ ഷുഡ് ഐ ഗിവ് ദ ഫുൾ മാർക്സ്? ഫുൾ മാർക്സ്. ജിൻസി, ജീന. അങ്ങനൊരു കാര്യമുണ്ട്. കണക്ഷൻ. സോ 5 മാർക്സ് ഫോർ ജിൻസി. റൈറ്റ്. നെക്സ്റ്റ് ഈസ് ഫോർ മിസ് റോഷി. എസ്തേറിന്റെ പിതാവിന്റെ പേരെന്താണ്? അബിഹൈൽ. എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. 5 മാർക്സ്. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആണ്. ആണോ? യെസ്. 5 മാർക്സ് ഫോർ റോഷി. യു ആൻസർഡ് ഇറ്റ് റൈറ്റ്. വിൽ യു പ്ലീസ് ഗിവ് ദ സ്കോർ കാർഡ് നൗ? Bina Joseph gets 5. Bina Joseph gets 5 marks. Jinsy JV 5 marks. Jinsy JV gets 5 marks. Yeah. Mr. Roshi Thomas also 5 marks. Mr. Roshi Thomas also gets 5 marks. Now the next chance is for Roshi. Right? Ready? എല്ലാ ആത്മീയരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. മനസ്സിലായോ? പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യത്തിനാണ് ഇപ്പോൾ റോഷി മറുപടി പറയാൻ പോകുന്നത്.
റൈറ്റ്. സാത്താൻ ആരുടെ വേഷം ധരിച്ചാണ് വിശ്വാസികളെ തെറ്റിക്കുവാൻ ശ്രമിക്കുന്നത്? വെളിച്ചദൂതൻ്റെ വേഷം. താങ്കൾക്ക് ഓൾറെഡി 5 മാർക്സ് ഉണ്ട്. പക്ഷേ എനിക്ക് താങ്കളുടേതായിട്ടുള്ള ഒരു മറുപടി വേണ്ടത്, ഈ വെളിച്ചദൂതൻ്റെ വേഷം എന്ന് പറയുമ്പോൾ ആരായി വെളിച്ചദൂതൻ? ക്രിസ്തുവിൻ്റെ അഭിഷക്തർ ശിഷ്യന്മാരുടെ അല്ല. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, അതല്ല. 5 മാർക്സ് ഈസ് ദേ, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഇനിയും ശരിയായിട്ട് ഉത്തരം പറഞ്ഞാൽ ചിലപ്പം ബോണസ് പേപ്പോട്ട് കയറി പോകും. റൈറ്റ്. സോ ക്രിസ്തുവിന്റെ ശിഷ്യൻ, ദാറ്റ്സ് റോങ് ആൻസർ. യെസ്. അടുത്തത് ഇങ്ങനെ വരുമ്പോൾ ജിൻസിക്കാട് ആരായി വിളിച്ചു പോകുന്നത്? യേശുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവർ. അല്ല. സോ മൈനസ് മാർക്കില്ല, പ്ലസ് മാർക്കും ഇല്ല. ഇനി ബീനോട് ചോദിച്ചു നോക്കാം. എന്താ പിന്നെ എന്താ പറയുന്നത്? അറിയില്ലെന്നുള്ളത് വളരെ ശരിയായ മറുപടിയാണ്. വിളിച്ചത് എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ പൊരുളായി തെളിയിച്ചു തരുന്ന ദൂതന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അവരാണ്, നമുക്ക് കാണുന്നില്ലേ, ഗബ്രിയേൽ വന്ന് സംസാരിക്കുന്നു, മറ്റേ ദർശനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവർ വെളിച്ചത്തിൻ്റെ ദൂതന്മാരാണ്. പക്ഷേ ഇപ്പോൾ ഇവൻ വന്നിട്ട് ഇവനും ആ വെളിച്ചമെന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരും. ഈ പരിശുദ്ധാത്മ നയിക്കുന്നവർക്ക് ഈ ശബ്ദം കേൾക്കും. പക്ഷേ ഇവൻ്റെ വെളിച്ചത്തെ അവർക്ക് അളന്നു നോക്കാൻ പറ്റത്തില്ല. സാക്ഷാൽ വെളിച്ചമെന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. പക്ഷേ ഇവിടെ അനേകർ പറയത്തില്ല, ദൈവം നടത്തി എന്നൊക്കെ പറയുന്നത് ചെറിയതായിട്ടുള്ള കൃപകളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ദൈവം വന്ന് തട്ടിക്കളയും. ഇങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് സഭകളെയും ശുശ്രൂഷയൊക്കെ ഭിന്നിപ്പിക്കുന്ന ഇവൻ്റെ അടയാളമാണ് സാത്താൻ ആരുടെ വേഷം. മറ്റാരും പറഞ്ഞാൽ കേൾക്കത്തില്ല. പക്ഷേ ഒരു ദർശനം നമുക്ക് കിട്ടുക, നമ്മൾ സ്വപ്നം കാണും, നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിന്ത കാണും. ഇവൻ ആ വേഷം പൂണ്ട് അവിടെ വന്ന് നമ്മൾ എന്ത് വിചാരിക്കും? വെളിച്ചദൂതനാണ്. വെളിച്ചമെന്ന് പറഞ്ഞാൽ വെളിച്ചദൂതൻ സത്യമായ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതനാണ്, പ്രകാശധാരമുണ്ട്. ഇവൻ അത് മിമിക് ചെയ്യും. മനസ്സിലായോ? യേശുക്രിസ്തു അല്ല വെളിച്ചദൂതൻ. ഓൾറൈറ്റ്. ഡു യു അഗ്രി വിത്ത് മീ? ജിൻസിക്ക് എനിക്ക് സംശയമുണ്ടോ? ഇല്ല. വെരി ഗുഡ്. സംശയമില്ലാത്ത നല്ല കാര്യമാണ്. ആദ്യത്തെ ചോദ്യത്തിന് മിസ്റ്റർ റോഷി തോമസ് ഗെറ്റ്സ് 5 മാർക്സ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫോർ ജിൻസി. റൈറ്റ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ബർന്നാബാസിനും മർക്കോസിനും പകരമായിട്ട് ആരെയാണ് പൗലോസ് കൂടെ കൊണ്ടുപോയത്? ശീലാസും തീമോത്തിയോസും. 5 മാർക്സ് ഫോർ ജിൻസി ജെവി. റൈറ്റ്. ഓൾറൈറ്റ്. Get 5 marks easily. മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ട ദർശനം കണ്ടതാര്? പൗലോസ്. 5 marks. Alright, so there we go to the New Testament round. Please give me the scorecard. Beena Joseph 5. Beena Joseph gets 5 marks. Jinsy JV 5. Jinsy JV 5 marks. Roshi Thomas 5. Roshi Thomas 5 marks. Alright. വളരെ ലളിതമായൊരു ചോദ്യം എന്ന് പറയുമ്പോൾ സർവത്ര ക്വിസ് കോമ്പറ്റീഷനിൽ പോയാലും അറിയാവുന്നൊരു ചോദ്യമാണ്. ഞാൻ പിന്നെ അത് ചോദിച്ചില്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകണ്ട നിങ്ങൾക്കെന്ന് ഞാൻ ചോദിക്കുകയാണ്. ചോദിച്ചോളട്ടെ? റെഡി. 900 ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന കനാന്യ രാജാവ് ആരായിരുന്നു? അവൻ്റെ സേനാധിപതി ആര്? സീസറായി കാണോ? എന്തോ അവൻ്റെ കനാന്യ രാജാവ് ആരായിരുന്നു? യാബീൻ. എന്നിട്ട് സേനാധിപതിയാണ് സീസര. റൈറ്റ്. ശരിയായ ഉത്തരവാണ്. സാറിന് എല്ലായിടത്തും ചോദിക്കുന്ന ചോദ്യമില്ലയോ? റൈറ്റ്. അത് ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത് മാത്രം. ഓക്കെ, 5 മാർക്സ് ഫോർ ജിൻസി ജെവി. നെക്സ്റ്റ് ഇസ് ഫോർ റോഷി തോമസ്. യെരുശലേം ദേവാലയത്തിൻ്റെ മണ്ഡലവാതിക്കൽ വെച്ച സ്തംഭങ്ങളുടെ പേരെന്താണ്? യാഖീനും ബോവസും. വളരെ ശരിയാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാമോ? വലത്തെ സ്തംഭത്തിന് യാഖീനും ഇടത്തെ സ്തംഭത്തിന് ബോവസും. വെരി കറക്റ്റ് ആൻസർ. സോ 5 മാർക്സ് ഫോർ റോഷി തോമസ്. അടുത്തതായിട്ട് ബീനയാണ്. 102-ാം സങ്കീർത്തനത്തിൽ എത്ര പക്ഷികളെ പ്രതിപാദിച്ചിട്ടുണ്ട്? പാസ്. ഇവിടെ വന്നു കഴിയുമ്പോൾ അടുത്തത് ജിൻസിയാണ്. റൈറ്റ്. പാസ്സാണ്. പാസ്സായ പക്ഷികളാണ്. ഇത് ഞാൻ ഫൈനലിലേക്ക് ചോദിക്കാം. ഇപ്പോൾ അതിന് 102-ാം സങ്കീർത്തനം നിങ്ങൾ പോയി വായിച്ചാൽ മതിയല്ലോ. റൈറ്റ്. വേഴാമ്പൽ, മൂങ്ങ, കുരുകിൽ 3 പക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. ഓൾ റൈറ്റ്. ഓക്കെ, ദാറ്റ് ബ്രിങ്സ് us to the end of the Christian focus round.
Will you please give the marks? Beena Joseph Neil. Beena Joseph gets nil mark. Jinsey JV 5 marks. Jinsey JV gets 5 marks. Mr. Roshi Thomas 5. Mr. Roshi Thomas gets 5 marks. Next is the Bible bumper round. വളരെ പ്രധാനപ്പെട്ട റൗണ്ടാണ്. 2 മാർക്ക് വീതമുള്ള ചോദ്യങ്ങളാണ്. റൈറ്റ്? റെഡിയാണല്ലോ? ഒന്നാമത്തെ ചോദ്യം, യഹോവയെ സ്തോത്രം ചെയ്യുവിൻ എന്ന് ആരംഭിച്ച് യഹോവയെ സ്തുതിപ്പിൻ എന്ന് അവസാനിക്കുന്ന സങ്കീർത്തനം ഏത്? 150. ആൻസർ ഈസ് റോങ്. സോ -1 മാർക്ക് ഫോർ റോഷി തോമസ്. ബസർ അമർത്തുന്ന ആൻസർ അറിയാമെങ്കിൽ. ഇല്ല, നോ ബസർ. ഓക്കെ, 105 ഈ രണ്ടെണ്ണം. ഓക്കെ, വെരി ഈസി ക്വസ്റ്റ്യൻ. 2 മാർക്സ് ആയിരുന്നു കേട്ടോ. 2 മാർക്സ്, റൈറ്റ്. അഹ്റോന്റെയും മിരിയാമിൻ്റെയും സഹോദരനെ നാമകരണം ചെയ്തത് ആരാണ്? ഫറവോന്റെ പുത്രി. ശരിയാണ്. 2 മാർക്ക് ബീന ജോസഫിന് ലഭിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എവിടെ വെച്ചാണ് പൗലോസിന് മക്കോദിന്റെ ദർശനം ലഭിക്കുന്നത്? യെസ് റോഷി. ത്രോവാസ്. ഉത്തരം ശരിയാണ്. 2 മാർക്സ് ഫോർ റോഷി തോമസ്. 4ാമത്തെ ചോദ്യം, പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2ാം ലേഖനത്തിന്റെ പ്രത്യേകത എന്ത്? വചനത്തെക്കുറിച്ച് ഞാൻ വരുവോളം വായന പ്രബോധന പൗലോസിന്റെ അവസാനത്തെ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ വെച്ചാണ് അത് എഴുതിയത്. കറക്റ്റ്. 2 ശരിയായ 2 മറുപടിയാണ് ഉള്ളത്. 2 ഉത്തരമാണ്. അത് 2 ശരിയാണ്. അപ്പോൾ 2 മാർക്സ് ഫോർ യു. 2 മാർക്സ് ഫോർ ബീന ജോസഫ്. ആൻഡ് നൗ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അത്യുന്നതനായ ദൈവം യെഹെസ്കേൽ പ്രവാചകനോട് എത്ര ദിവസമാണ് ഇടതുവശം ചരിച്ച് കിടക്കുവാൻ പറഞ്ഞു? യെസ്, 390. ഉത്തരം ശരിയാണ്. You get 2 marks for that. Right. That brings us to the close of the Bible bumper round. Will you please give the marks? Beena Joseph 6. Beena Joseph gets 6 marks. Jinsey JV nil. Jinsey JV nil. Roshi Thomas 1. Roshi Thomas 1. So next we go to the prayer round. ആദ്യത്തെ ചോദ്യം ബീനയോടാണ്. അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് പരിച്ഛേദന ഏൽക്കാത്തവരുടെ കയ്യിൽ വീഴണമോ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? ശിംശോനാണ്. ഏത് സാഹചര്യത്തിലാണ് പ്രാർത്ഥിച്ചത്? ലേഹിയിൽ വെച്ച് ഫിലിസ്തീനെ പരാജയപ്പെടുത്തി അതിനുശേഷം ദാഹിച്ചപ്പോൾ പ്രാർത്ഥിച്ചു. എങ്ങനെ പരാജയപ്പെടുത്തി? കഴുതയുടെ പച്ചത്താടിയിലുകൊണ്ട് 1000 ഫിലിസ്തീനെ സംഹരിച്ചു. ഇത്രയും ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല. റൈറ്റ്. 5 മാർക്സ് ഫോർ ബീന ജോസഫ്. അടുത്തതായി ബീന ജോസഫ് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സമയം ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നുവരാനിടയാക്കിയതിനായി സ്തോത്രം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നു അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങൾ ചുരുക്കം പേരെ ഇവിടെ ആയിരിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായി സ്തോത്രം. ഇന്ന് ഈ പ്രോഗ്രാമിൽ ദൈവമേ ഇവിടെ ആയിരിക്കുവാൻ ദൈവമേ അങ്ങ് തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിനെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ ദാസനെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണേ. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവേ. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ദൈവകൃപ പകരണമേ. ഇത് കാണുന്ന ദൈവ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും ഇതിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ, വചനം വായിക്കുന്നതിന് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമായി ഇത് മാറുവാൻ ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ടാമത്തെ ചോദ്യം ജിൻസിയോടാണ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ ദൂതനോട് മല്ല് പിടിച്ച് പ്രാർത്ഥിച്ച വ്യക്തി ആരാണ്? സ്ഥലം ഏതാണ്? യാക്കോബ്, പെനിയേലിൽ വെച്ച്. യാക്കോബ് എന്നുള്ള മറുപടി ശരിയാണ്. 2 മാർക്സ് ഫോർ ജിൻസി. ആൻഡ് റോഷി, യുവർ ചാൻസ്.
എബ്ബോക്ക് കടവ് കടന്ന് എക്സാക്ട്ലി ദ റൈറ്റ് ആൻസർ. യബ്ബോക്ക് എന്ന് അറിഞ്ഞുകൂടെ? യബ്ബോക്ക് കടവിൽ വെച്ചാണ് ഭാര്യയെയും മക്കളെയും ഒക്കെ കടത്തിയിട്ട് ദൂതനുമായിട്ട് വെല്ലുവിളിച്ചു. റൈറ്റ് ആൻസർ. എന്നിട്ടാണ് ആ സ്ഥലത്തിന് പെനിയേൽ പേര്. സോ റോഷി ഗെറ്റ്സ് ദ റൈറ്റ് ആൻസർ. ഹു? റോഷി ഗെറ്റ്സ് 2 marks for that. Yeah. And ജിൻസി also gets 2 marks. ജിൻസി പ്രാർത്ഥിച്ചാട്ടെ. സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് ദാനമായി നൽകി. ദൈവമേ, വേദനയും കഷ്ടതയും നിറഞ്ഞ ഈ ലോകത്തിലെ ദൈവമേ, ഞങ്ങൾക്ക് ആയുസ്സോടെ ആരോഗ്യത്തോടെ അങ്ങേ നോക്കി സ്തുതിപ്പാൻ, അല്പനിമിഷം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, ഈ നാളുകളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബൈബിൾ ക്വിസിനെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇത്രത്തോളം അങ്ങ് അത്ഭുതകരമായി വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അനേകായിരം ജീവിതങ്ങൾക്ക് ഇത് അത്ഭുത പ്രകാശമായി തീരുവാൻ, ദൈവമേ, അനേകം പേർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ, മറഞ്ഞിരിക്കുന്ന സത്യങ്ങളെ വെളിപ്പെടുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ദൈവം ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പാർട്ടിസിപ്പൻസിനെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇനി വരുന്ന നാളുകളിൽ ക്രിസ്തുവിന് വേണ്ടി അധികമായി വർദ്ധിച്ചു വരുവാനും ദൈവരാജ്യത്തിലെ നല്ല വേലക്കാരായി തീരുവാനും അങ്ങ് സഹായിക്കണമേ കർത്താവെ. പ്രത്യേകിച്ച് ഈ മിനിസ്ട്രി ഓർക്കുന്ന കർത്താവെ, ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ആത്മാനിറവ് കൊണ്ട് ചെയ്യുമ്പോൾ കർത്താവെ അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവെ. ബ്രദറിനെയും കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഇനി അനേക ആയിരങ്ങളുടെ ഇടയിൽ വിലയേറിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അനേക ആയിരങ്ങളെ ദൈവരാജ്യത്തിലാക്കി കൂട്ടിച്ചേർക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ദൈവമേ, ഇനി നടക്കേണ്ടുന്ന ശുശ്രൂഷകളെയും ദൈവം അങ്ങ് മാനിക്കണമേ കർത്താവെ. ഞങ്ങളിവിടെ വന്നത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹമായി എന്ന് പറയുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവെ. ദൈവമേ, ഈ പ്രോഗ്രാമുകൾ വീക്ഷിക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രോഗത്തോടെ ഭാരത്തോടെ മനോദുഃഖത്തോടെ ഇത് കാണുന്നുവെങ്കിൽ അങ്ങയുടെ സ്വർഗീകരമായ ആശ്വാസം തൊട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവെ. അവരുടെ വേദനകൾ മാറ്റണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ കർത്താവെ. രോഗശയ്യയിൽ വേദനയോടെ ആയിരിക്കുന്നവർക്ക് ദൈവമേ അങ്ങ് തന്നെ ആശ്വാസവാനായി കൂടിയിരുന്ന് അവരെ വഴി നടത്തണമേ കർത്താവെ. ദൈവം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അടുത്ത ചോദ്യം മിസ്റ്റർ റോഷിയോടാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. റൈറ്റ്? ഞങ്ങൾ നിന്റെ കൽപ്പനകൾ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജനതകളോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യാമോ? അങ്ങനെ ചെയ്താൽ ഒരു ശിഷ്ടഭാഗത്തെ രക്ഷ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ നശിപ്പിച്ചു കളയേണ്ടതിന് നിന്റെ കോപം ഞങ്ങളുടെ മേൽ ജ്വലിക്കുകയില്ലയോ? ഇതാരാണ് പ്രാർത്ഥിച്ചത്? എവിടെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? ശലോമോൻ. -1 mark for Roshi Thomas. Next chance was Bina Joseph. എസ്ര. ഉത്തരം ശരിയാണ്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗം 2 മാർക്കാണ്. അതിൽ 1 മാർക്ക് പോയി, 1 മാർക്ക് കിട്ടും. ബീന ജോസഫിന് 1 മാർക്ക്. യെസ്, രണ്ടാമത്തെ ഭാഗം പറഞ്ഞില്ലല്ലോ. രണ്ടാമത്തെ ഭാഗം അറിഞ്ഞുകൂടാ. നോ മൈനസ് മാർക്ക്. യെസ്, ജിൻസി പറയൂ. ദൈവാലയത്തിൽ കടന്ന് നിലവിളിച്ചു, ദേവാലയത്തിന് മുമ്പിൽ വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അറിയാം എവിടെ കിടന്നാന്ന് അറിഞ്ഞൂടെ? റൈറ്റ്. സോ ജിൻസി വിൽ ഗെറ്റ് 2 marks. റൈറ്റ്. സെക്കൻഡ് റൗണ്ടാണ്. ഓൾറൈറ്റ്. അടുത്തായിട്ട് റോഷി പ്രാർത്ഥിക്കും. പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഈ ബൈബിൾ ക്വിസിനോടനുബന്ധിച്ച് ഞങ്ങൾക്കിങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇതിന് ലീഡ് ചെയ്യുന്ന നിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായി ചെയ്യുവാൻ ദൈവം ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അനേകായിരങ്ങൾക്ക് ഇത് പ്രയോജനമായി തീരുവാൻ കർത്താവെ, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ സംഘാടകർക്കായി ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എല്ലാവരെയും നീ സഹായിക്കണം. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും തുടർന്നും സഹായിക്കണം. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ 2 marks, ബോണസ് മാർക്സ്. 3 പേരും പ്രാർത്ഥിച്ചു. 3 പേർക്കും 2 ബോണസ് മാർക്ക് വീതം കൊടുക്കാം. റൈറ്റ്? ആൻഡ് നൗ യു ക്യാൻ ഗിവ് മീ ദ പ്രയർ റൗണ്ട് മാർക്സ്. യെസ്, ജീന. Beena Joseph 8. Beena Joseph gets 8 marks. Jinsy JV 6. Jinsy JV gets 6. Roshi Thomas 3. And Roshi Thomas gets 3 marks. That brings us to the close of the prayer round. Will you please cross check the final marks? Yes, Mrs. Raji, will you please announce the winners? Mrs. Beena Joseph gets the first prize, Mrs. Beena Joseph gets the first prize, 24 marks. 24 marks.
And the second prize, Mrs. Jinsi JV, Second prize, Mrs. Jinsi JV, with 21 marks. 21 marks. And the consolation prize goes to Mr. Roshito. Mr. Roshi Thomas. Thank you. സമ്മാനദാനമാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പുതിയ സാക്ഷികളിലേക്ക് വെടുതെളിക്കുവാനും അനേകർക്ക് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനും ദൈവവചനം അനേകരോട് പങ്കുവെക്കുവാനും മുഖാന്തരം ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ഇത് പൂർണ്ണമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.